പക്ഷെ ധ്യാൻ അങ്ങനെ ആയിരുന്നില്ല എന്ന് അയാൾ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അച്ഛനോട് പലവട്ടം ആശയപരമായി വഴക്കിട്ട് വീട് വിട്ടിറങ്ങിപ്പോയ കഥയൊക്കെ നമ്മൾ പലയിടങ്ങളിലും കേട്ടതുമാണ്. ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പിൽ ഒരുവിധപ്പെട്ട എല്ലാവരും മാതാപിതാക്കളോട് പല രീതിയിൽ കലഹിച്ചിട്ടുണ്ടാവാം. എനിക്കത് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അച്ഛന്റെ അമിത മദ്യപാനം കൊണ്ടുണ്ടാവുന്ന കുടുംബത്തിലെ ഡൊമസ്റ്റിക് വയലൻസിന്റെ പ്രഷർ താങ്ങാൻ വയ്യാതെ ബുദ്ധി ഉറച്ച കാലം മുതൽക്ക് തന്നെ ക്ലീനിങ് ജോലി ചെയ്തും പെയിന്റിംഗ് പണിക്ക് പോയും വീട്ടിൽ കയറാതെയുള്ള നടത്തവും നാട് വിട്ടു പോക്കുമൊക്കെ ഞാനും അനുഭവിച്ചിട്ടുള്ളതാണ്. എന്റെ ഊരുതണ്ടൽ അവസാനിപ്പിക്കാനും കുടുംബകലഹത്തിന് ഒരു അറുതി വരുത്താനും എന്നെ വീടിനുള്ളിൽ അടിയന്തര തടവിലാക്കാനും അമ്മയുടെ ആത്മഹത്യക്ക് സാധിക്കുമെന്നുള്ളത് ചുവന്ന മഷിയിൽ എന്റെ ആത്മകഥയിൽ പൂർവ്വകാലത്ത് തന്നെ എഴുതി പിടിപ്പിച്ച ഒന്നായിരുന്നു. അന്ന് അമ്മയുടെ വെള്ള പുതച്ച ശരീരം എന്നെ നോക്കി ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. പതറിയ മനസ്സും എനിക്കൊന്നും അമ്മയ്ക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന തിരിച്ചറിവിലുണ്ടായ ചെറുതല്ലാത്ത കുറ്റബോധവും മെന്റൽ ട്രോമയും എന്റെ കണ്ണിന് മുന്നിൽ തെളിയുന്ന എല്ലാ പ്രകാശരശ്മികളെയും ഞൊടിയിടയിൽ ഇരുട്ടാക്കി മാറ്റിയിരുന്നു. എന്നെ അന്ന് വരെ പിടിച്ചു നിർത്തിയ ഊർജ്ജത്തിന്റെ വേരുകൾ മുറിച്ചു മാറ്റപ്പെട്ട പോലെയായിരുന്നു അത്. കണ്ണും കാതുമടഞ്ഞ് മനസ്സും മടുത്തു മരവിച്ചിരിക്കുന്ന ധ്യാനിനെ ഫേസ്ബുക്ക് അന്തം അമ്മാവന്മാർ വീട്ടിലിരുന്നു കൊണ്ട് കമന്റ് ബോക്സിലൂടെ അളക്കുന്നത് കാണും. എനിക്ക് എന്നെ തന്നെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ട ധ്യാൻ, ഈ ലോകം ഇങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. രംഗബോധമില്ലാത്തത് മരണത്തിനല്ല, മനുഷ്യർക്കാണ്.